കോഴിക്കോട് ജില്ലയിൽ CPM-നെ തകർക്കാനായി വർഗീയ ശക്തികൾ ഉൾപ്പെടെ ഒന്നിച്ച് അണിനിരന്നുകൊണ്ടുള്ള പ്രവർത്തനം നടത്തിവരുന്നതായി CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയായി പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട M. മെഹബൂബ് പറഞ്ഞു. ഇതിനെതിരായ പ്രവർത്തനം ഏറ്റെടുത്ത് CPIM മുന്നോട്ട് പോകുമെന്നും ഇദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 3 വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനത്തെ ബന്ധപ്പെടുത്തിക്കൊണ്ട് സെക്രട്ടറി അവതരിപ്പിച്ച റിപ്പോർട്ട്, ആ റിപ്പോർട്ടിന് മുകളിൽ 44 സഖാക്കൾ 5.5 മണിക്കൂർ സമയമെടുത്ത് നടത്തിയ ചർച്ച, ഞങ്ങളുടെ പാർട്ടിയുടെ നേതൃത്വം, ഞങ്ങളുടെ സമരാരാധ്യനായ കേരളത്തിൻ്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി PB അംഗം സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ നിര 2 PB മെമ്പർമാർ വിജയരാഘവനും NV ഗോവിന്ദൻ മാസ്റ്ററും, ഞങ്ങളുടെ പാർട്ടി സെക്രട്ടറി, അതേപോലെ തന്നെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ, ഇവരെല്ലാം ഇരുന്നു കൊണ്ട് ആ ചർച്ച കേൾക്കുകയും ആ ചർച്ചയ്ക്ക് സെക്രട്ടറി മറുപടി കൊടുത്ത് ആ റിപ്പോർട്ട് ഐക്യകണ്ഠ്യേന അംഗീകരിച്ച് നേരത്തെ പറഞ്ഞ പോലെ സംഘടനാ തെരഞ്ഞെടുപ്പിൻ്റെ നടപടികളും പൂർണ്ണമായി ഐക്യകണ്ഠ്യേനയാണ് എല്ലാ നടപടികളും പൂർത്തീകരിച്ചിരിക്കുന്നത്. ഈ കാര്യങ്ങൾ വളരെ വസ്തുതാപരമായി നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണമെന്നാണ് സെക്രട്ടറി എന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാറുള്ളത്. ഞങ്ങളുടെ പാർട്ടി സമ്മേളനം വളരെ ഗൗരവപരമായ ഒട്ടേറെ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിലാകെ, വിശിഷ്യ നമ്മുടെ ജില്ലയിൽ കോഴിക്കോട് ഒരു വർഗീയ ധ്രുവീകരണം, മോഹൻ മാസ്റ്റർ സൂചിപ്പിച്ച പോലെ ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും UDF-ഉം BJP-യും എല്ലാമായി ഒരു രഹസ്യവേഴ്ചയിൽ CPM-നെ തകർക്കുക, ഇടതുപക്ഷത്തെ തകർക്കുക എന്ന് പറയുന്ന ഒരു സമീപനം സ്വീകരിച്ചുകൊണ്ടുള്ള ഒരു നീക്കം ആരംഭിച്ചതായി ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിനെ ചെറുക്കുക എന്നതും മതനിരപേക്ഷതയുടെ ജില്ലയായിട്ടുള്ള ഈ കോഴിക്കോട് ജില്ല വർഗീയവാദികൾക്ക് അഴിഞ്ഞാടാൻ അനുവദിക്കില്ല എന്ന പ്രഖ്യാപനമാണ് ഈ സമ്മേളനം എടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം. അതിനനുസൃതമായിട്ടുള്ള രാഷ്ട്രീയ അന്തരീക്ഷം സൃഷ്ടിച്ച് മതനിരപേക്ഷതയുടെ രാഷ്ട്രീയം പ്രചരിപ്പിച്ച് എല്ലാ കാലത്തും അതിനുവേണ്ടി നിന്നിട്ടുള്ള CPIM അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുക എന്നതാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ള